മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ സ്ക്രോൾ ചെയ്യാറുണ്ടല്ലേ. ഇപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ മേലോട്ടും താഴോട്ടൊക്കെ സ്ക്രോൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഖുർആനാണ് ഓതുന്നതെങ്കിൽ അല്ലെങ്കിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ ബൈബിൾ ഏതുമാകട്ടെ, നമ്മളിങ്ങനെ അത് ഓതുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ മേലോട്ടും താഴോട്ടും സ്ക്രോൾ ചെയ്യാറുണ്ട്. എന്നാൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് നമുക്ക് മാറ്റിയാലോ? അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെയുണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുക. ഇവിടെ 2 ഓപ്ഷനുകൾ ഓഫിലാണുള്ളത്. ആദ്യത്തെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്താണ് എൻ്റെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. നിങ്ങളുടെ മൊബൈലിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഏറ്റവും മുകളിൽ ആ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓഫിലാണുള്ളത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ അലോ പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ അത് ഓണിലാണ് ഉള്ളത്. ഇവിടെയും ഓണിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. പക്ഷേ ഇവിടെ ഓഫിലാണ് ഉള്ളത്. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ചോദിക്കും. അത് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡോൺ അലോ ആണ് കൊടുക്കുന്നത്. അതിപ്പോൾ ഓൺ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ഇവിടെ ഓൺ ആക്കുമ്പോൾ ഇവിടെ ഒരു ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ക്രോൾ ചെയ്യാൻ സാധിക്കുക. ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് സ്ക്രോളിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് ഉള്ളത്. ഇപ്പോൾ നോർമൽ സ്പീഡിലാണ് ഉള്ളത്. നമുക്കിവിടെ കൂട്ടാം, കുറക്കാം, സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. ഇവിടെ കുറച്ച് താഴേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് ഷോ പേജിംഗ് ബട്ടൺസ് എന്ന ഭാഗം കൂടി എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വലത്തോട്ടേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ അത് ഹൈഡായിട്ടുണ്ട്. അവിടെ ഒരു ഏരോ മാർക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അത് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇത് സ്ക്രോൾ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഏരോ മാർക്ക് ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പായിട്ട് പോകുന്നതായിട്ട് സ്ക്രോളായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി മുകളിലുള്ള ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ സ്ക്രോളായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു രൂപത്തിലേക്ക് മാറും. ഇനി നമുക്ക് വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് ഈ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് സ്ക്രോളാന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഹൈഡായി പോകുന്നുണ്ടെങ്കിൽ ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തൊന്ന് വലിച്ചാൽ മതി. വീണ്ടും അത് വിസിബിളാവും. ഈ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് ഇങ്ങനെ സ്ക്രോളാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മൊബൈലിൻ്റെ ഏത് ഭാഗവും നിങ്ങൾക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിളിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെയാണ് സ്ക്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഐക്കണിലൂടെ ഈ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രോളായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ സ്പീഡിൻ്റെ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സ്പീഡ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് കുറച്ച് നോക്കുകയാണ്. അതിനുശേഷം റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെ കുറഞ്ഞ സ്പീഡിൽ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോളായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി മുകളിലുള്ള ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ടും വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ സ്ക്രോൾ ആകുന്നത്. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഖുർആൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വളരെ സ്ലോ ആയിട്ട് മുകളിലേക്ക് സ്ക്രോളായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഒരു സ്പീഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ സ്പീഡിലോ അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. വീണ്ടും നമുക്ക് ആ ഒരു റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഖുർആൻ അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ തന്നെ ആവശ്യത്തിനനുസരിച്ച് സ്പീഡിൽ തന്നെ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോളായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ മൊബൈലിൻ്റെ ഏത് ഭാഗവും നമുക്ക് ഈ ഒരു
ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും മുകളിലോട്ടും താഴോട്ടുമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഈ ഒരു നെയിമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.